പുതുശ്ശേരി പറഞ്ഞു ടീച്ചറമ്മയെ മന്ത്രി ആരാ ടീച്ചറമ്മ ആരാ മന്ത്രി അമ്മ കേരളത്തില്ലല്ലോ പലരും പലതരത്തിൽ മന്ത്രിയാകും. ആ മന്ത്രിമാരെ പറ്റി അല്ല ഞാൻ പറയും. കൊച്ചു കൊച്ചു പാർട്ടിക്ക് വളരെ ചെറിയ ഒരു MLA മാത്രമേ കാണൂ. അയാൾ മന്ത്രിയാണ്. അയാളെ പുതിയ ആളായിരിക്കും. അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ ശരീരത്തിൽ കൊള്ളണം. അതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതിനൊക്കെയാണ് ഇവിടെ ആയിട്ടുള്ളത്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നൊരു വിഭാഗം വളർന്നു വരുന്നതാണ് എല്ലായിടത്തും. ചിലടത്ത് കുറച്ച് കൂടുതലാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്ത് കയറി ക്രിമിനലൈസ്ഡ് ആക്ടിവിറ്റീസ് നടത്തി പാർട്ടികളുടെ ലേബലിൽ വരുത്തുന്നവരെയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ഞാൻ ഇത് പറഞ്ഞത് 2 വർഷമായി. 2021 പറഞ്ഞു. അത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ചങ്ങാത്തം കൂടി പത്രമാധ്യമങ്ങളിൽ അവരുടെ താല്പര്യപ്രകാരം വാർത്ത കൊടുക്കുന്ന ഒരു കൂട്ടം പൊളിറ്റിക്കൽ ക്രിമിനലുകളായിട്ടുള്ള ജേർണലിസ്റ്റുകളും പ്രാദേശികമായിട്ട് മുകളിലോട്ടല്ല ഒരു വിഭാഗം ഞാൻ പറഞ്ഞത്. ഒരിക്കലും പാടില്ല. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സാമൂഹികമായി നമുക്ക് ആലോചിക്കാൻ പറ്റിയ സമയം. പിന്നെ പുതുശ്ശേരി പറഞ്ഞു ടീച്ചറമ്മയെ മന്ത്രി ആരാ ടീച്ചറമ്മ ആരാ മന്ത്രി അമ്മ കേരളത്തില്ലല്ലോ ടീച്ചറമ്മ ആരാ പുതുശ്ശേരി ഒരമ്മയ്ക്കും അങ്ങനെ ആരും പേടിക്കുന്നില്ല. അപ്പൊ അവരവരുടെ പേര് പറഞ്ഞാൽ മതി. അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ കൂടുതലായിട്ട് പറയുന്നില്ല. ആയിക്കോട്ടെ ഒരു പ്രത്യേക ആള് മന്ത്രിയായില്ലെന്ന് നമ്മൾ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊന്നും വേദനിക്കേണ്ട കാര്യമില്ല. മന്ത്രിയാവേണ്ട ആരെല്ലാം മന്ത്രിമാരായില്ല കേരളത്തിൽ. എത്ര പേര് മന്ത്രിമാരായില്ല കഴിവുള്ളവര്. നാളെ ആകുമായിരിക്കും. പ്രായം വളരെ വാർദ്ധക്യമൊന്നും ആയില്ല, ചിലപ്പോൾ ആകുമായിരിക്കും. ജി സുധാകരൻ ചോദിക്കുന്നത് ആരായി ടീച്ചറമ്മ എന്നാ. പാവം സുധാകരൻ അറിയില്ലെന്നേ. സുധാകരൻ എവിടെ? ആലപ്പുഴയിലല്ല ഉള്ളത്. സുധാകരൻ അറിയില്ല. സുധാകരൻ നല്ല ഒരു രാഷ്ട്രീയ നേതാവാ. ഏത് പാർട്ടിയിലായിരിക്കട്ടെ, അയാളുടെ രാഷ്ട്രീയത്തെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. അയാൾ നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്. നല്ലൊരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ചില മാന്യതകൾ പുലർത്തേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അയാൾ വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രത്തിൻ്റെതായ ചില വീക്ക്നെസ്സുകളൊക്കെ അയാൾക്കുണ്ടെങ്കിൽ പോലും അതിലും ആ പറയുന്ന പ്രത്യയ ശാസ്ത്രത്തിലും സീത പോണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ ജി സുധാകരൻ എന്ന് പറയുന്നത്. പാവം അയാള് ഈ ആലപ്പുഴയിലായതുകൊണ്ട് അയാൾക്ക് ഇത് അറിയില്ലായിരിക്കാം. പക്ഷേ ടീച്ചറമ്മ ആരാന്ന് ചോദിച്ചാല് ഞാൻ പറയും വടകരയിലാണ് ഈ ടീച്ചറമ്മ ഉള്ളത്. വടകരയിലെ ടീച്ചറമ്മ ആരാ എന്ന് ചോദിച്ചാൽ അത് അന്തംകമ്മി സഖാക്കള് പറയുന്നത് പോലെയുള്ള KK ശൈലജ ടീച്ചർ അല്ല. ആ ടീച്ചറമ്മ ഒരാളുണ്ട്. ആ ടീച്ചറമ്മ എന്ന് പറയുന്നത് 51 വെട്ടിയിട്ട് CPM നിഷ്കാരണം ഇല്ലാതെയാക്കിയ ഈ പറയുന്ന TP ചന്ദ്രശേഖരന്റെ അമ്മ പത്മിനി ടീച്ചറമ്മയാണ് എന്നുള്ളതാണ്. അതിനപ്പുറം അന്തംകമ്മികൾക്കൊരു ടീച്ചറമ്മയുണ്ട്. ആ ടീച്ചറമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിലിനോട് വടകരയിൽ 1,14,506 വോട്ടിന് തോറ്റ, ഇന്നും ഞാൻ തോറ്റില്ല, ഞാനാണ് വടകരയിലെ MP എന്ന് അവകാശപ്പെടുന്ന KK ശൈലജയാണ്. അവിടെയും തീർന്നില്ല. ആരാണ് ഈ ടീച്ചറമ്മ? പാർലമെന്റിലേക്ക് പോകാനും ആ ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിന് പോകുമ്പോൾ അവിടെ താമസിക്കാൻ ഡൽഹിയിൽ വിജയിക്കുന്നതിന് മുമ്പേ ഫ്ലാറ്റ് വാങ്ങിയ KK ശൈലജയാണ് അന്തംകമ്മികളുടെ ടീച്ചറമ്മ. ഇനിയും ആരാണ് ടീച്ചറമ്മ? ഈ അന്തംകമ്മികൾക്കിടയിൽ അവർ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകമറിയുന്ന വ്യക്തിയാണ് ടീച്ചറമ്മ ഈ KK ശൈലജ. എന്നാൽ ഈ KK ശൈലജയെ വടകരക്കാരെ അടിച്ച് നിലം പരിശാക്കി എന്ന് മാത്രമല്ല, KK ശൈലജ ലോകമറിയുന്നത് പോയിട്ട് ഒരു മണ്ണാങ്കട്ടയുമല്ല. KK ശൈലജ മട്ടന്നൂരിൽ ഇരുന്നാൽ മതി, ഡൽഹിക്ക് പോകണ്ട എന്ന് പറഞ്ഞ് KK ശൈലജയുടെ സ്വപ്നങ്ങൾ തല്ലിത്തകർത്ത വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിന്റെ അടിക്ക്, ഷാഫി പറമ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആ കരണത്തുള്ള അടിക്ക് ഇതുവരെ ആ അടിയിൽ നിന്ന് ഈ പറയുന്ന KK ശൈലജ മുക്തയായിട്ടില്ല. KK ശൈലജ എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഞാൻ KK ശൈലജ ടീച്ചറമ്മയാണ് എന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ വാദത്തിൽ അവർ ടീച്ചറമ്മയൊന്നുമല്ല. ടീച്ചറമ്മ എന്ന് പറയുന്ന ജനങ്ങൾ ആത്മാർത്ഥമായി വിളിച്ചിരുന്ന ഒരാളുണ്ട്. അത് TP ചന്ദ്രശേഖരന്റെ അമ്മയായിട്ടുള്ള ഈ പറയുന്ന പത്മിനി ടീച്ചറാണ്. ആ പത്മിനി ടീച്ചർ
ഇവർക്ക് കുലം കുത്തിയാണ്. ആ പത്മിനി ടീച്ചറെ, ആ ടീച്ചറമ്മയെ ഇവർ പല തവണ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ പത്മിനി ടീച്ചറുടെ ആ മകനായ TP ചന്ദ്രശേഖരനെയാണ് ഈ പറയുന്ന സഖാക്കൾ 51 വെട്ടുവെട്ടി ഇല്ലായ്മ ചെയ്തത്. അപ്പോ ടീച്ചറമ്മ എന്ന് പറയുന്ന പത്മിനി ടീച്ചർ ഉണ്ടായിരുന്നു ഇല്ല എന്ന് സുധാകരൻ പാവം ആലപ്പുഴയിലായതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞില്ല. അത്രയേറെ പ്രശസ്തിയായ വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഈ പറയുന്ന ഒഞ്ചിയത്തുകാർക്ക് ടീച്ചറമ്മ ഉണ്ടായിരുന്നു. അത് KK ശൈലജയല്ല, അത് പത്മിനി ടീച്ചറാണ്. അത് അവിടെ ഇരിക്കട്ടെ, ആ കാര്യം നമ്മൾ തർക്കിക്കാനില്ല. എന്താണെങ്കിലും വടകരയില് ഇന്നും ഞാനാണ് വടകരയുടെ സിറ്റിംഗ് MP, ഞാനാണ് വടകരയിൽ വിജയിച്ചത്, ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചിട്ടില്ല എന്ന ഭാവത്തോടു കൂടിയും എന്ന ധാർഷ്ട്യത്തോടു കൂടിയും നടക്കുന്ന ഈ പറയുന്ന അടിമകൾ പറയുന്ന ഒരു ടീച്ചറമ്മയുണ്ട്. അത് അടിമകളുടെ മാത്രം ടീച്ചറമ്മയാണ്, വടകരയുടെ ടീച്ചറമ്മയല്ല. വടകരയുടെ ടീച്ചറമ്മയാണെങ്കിൽ 1,14,506 വോട്ടിന് തോറ്റ് തുന്നം പാറില്ലായിരുന്നു. അപ്പോ അത് വടകരക്കാരുടെ ടീച്ചറമ്മയല്ല, അന്തംകമ്മി അടിമകളുടെ ടീച്ചറമ്മ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്നതാണ്. അവർ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിന് നമ്മൾ ആരും ഉത്തരവാദിയുമല്ല. എന്താണെങ്കിലും സുധാകരൻ നല്ല മന്ത്രിയായിരുന്നു. നല്ല പ്രവർത്തനങ്ങൾ നടത്തുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എല്ലാ കാര്യങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന ഒരു മന്ത്രിയായിരുന്നു. അയാളെ അടിച്ച് സഖാക്കൾ മൂലക്കിരുത്തി എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. എന്തിനാ മൂലക്കിരുത്തിയത്? പിണറായി വിജയന്റെ മരുമകനെ മന്ത്രിയാക്കാൻ വേണ്ടി ഈ പറയുന്ന സുധാകരനെ അടിച്ച് മൂലക്കിരുത്തിയ വ്യക്തികളാണ് സഖാക്കൾ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പേരാമ്പ്രയിലേക്ക് വരുമ്പോൾ, പേരാമ്പ്രയില് ഷാഫി പറമ്പിലിനെതിരെ നേരെ നടന്നിരിക്കുന്ന അതിക്രമങ്ങൾ, ഈ ക്രൂരമായ മർദ്ദനം എന്ന് പറയുന്നത്, അത് ഈ വടകരയിൽ കിട്ടിയ അടിയുടെ പ്രത്യാഘാതമാണ്. ആ അടിയുടെ പ്രതികാരമാണ്. അത് ഇവർ കുറെ നാളുകളായിട്ട് ഷാഫിക്കെതിരെ പയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അത് പല അർത്ഥത്തിൽ ഇപ്പൊ വടകരയിലെ എലക്ഷൻ നടക്കുന്നതിന് മുമ്പ് പ്രചരണ ഘട്ടത്തിൽ പോലും ഷാഫിയെ പല രീതിയിൽ ആക്രമിക്കാൻ ഇവർ നോക്കിയതാണ്. അത് ഫിസിക്കലി ആയിട്ടും അയാളുടെ രാഷ്ട്രീയത്തെയും അയാളെ ഇല്ലായ്മ ചെയ്യാനും പല അർത്ഥത്തിൽ വ്യാജമായ കാഫിർ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടും അയാളെ വഴിയിൽ തടഞ്ഞുകൊണ്ടും അയാളുടെ പ്രചാരണ പരിപാടികളെ തടസ്സപ്പെടുത്തിക്കൊണ്ടും ഒക്കെ പല പരിപാടികൾ, ആക്രമണങ്ങൾ ഈ പറയുന്ന സഖാക്കൾ അന്തംകമ്മി അടിമകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ അടിമകളുടെ ഈ ആക്രമണങ്ങളെ ഒക്കെ അതിജയിച്ചുകൊണ്ടാണ് 1,14,506 വോട്ടിന് വടകരയിൽ KK ശൈലജയെ തോറ്റ് തുന്നം പാറിച്ചത്. അത് അങ്ങനെ തന്നെ പറയണം. കാരണം ഇപ്പോഴും വടകരയിലെ MP ഞാനാണെന്ന് വിശ്വസിക്കുന്ന KK ശൈലജ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ കണ്ണടയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നുകൊണ്ട് ശൈലജ 10 പ്രാവശ്യം സ്വന്തം കണ്ണാടി നോക്കിക്കൊണ്ട്, സ്വന്തം പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് ശൈലജ പറയണം, വടകരയിലെ MP ഞാനല്ല, ഞാൻ വടകരയിൽ 1,14,506 വോട്ടിന് ഷാഫി പറമ്പിലിനോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു 10 പ്രാവശ്യം വൈകുന്നേരം രാത്രിയാവുമ്പോൾ കിടക്കാൻ പോകുമ്പോൾ കണ്ണാടി നോക്കിക്കൊണ്ട് പറയണം. അവിടെയും തീരുന്നില്ല. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം തന്നെ വീണ്ടും ഈ കണ്ണട വെച്ചുകൊണ്ട് കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നുകൊണ്ട് വീണ്ടും ഈ പറയണം, ആര് പറയണം? ശൈലജ പറയണം. എന്ത് പറയണം? ഈ പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് ശൈലജ പറയേണ്ടതുണ്ട്. എന്താ പറയേണ്ടത്? വടകരയിലെ MP ഞാനല്ല, അത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിനോട് 1,14,506 വോട്ടിന് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമായിട്ട് ഈ KK ശൈലജ ഒരു 10 തവണ രാത്രി, 10 തവണ രാവിലെ, അങ്ങനെ എല്ലാ ദിവസവും ഒരു 20 തവണ ഇങ്ങനെ ഒരു 1-2 വർഷം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു ധാരണയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരാൻ ശൈലജയ്ക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശൈലജ നാളെ മുതൽ അത് ആവർത്തിക്കുക, വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഒരു ദിവസവും മുടങ്ങിപ്പോവാതെ ഇത് രാവിലെയും വൈകുന്നേരവുമായിട്ട് ചെയ്യുക. അതല്ലാതെ ഇതിനൊരു പ്രതിവിധിയുമില്ല. അന്തംകമ്മികളും അടിമകളും എത്രയൊക്കെ ന്യായീകരിച്ചാലും, അന്തംകമ്മികളും അടിമകളും എത്രയൊക്കെ ക്യാപ്സ്യൂളുകൾ ഇറക്കിയാലും വടകരയിൽ 1,14,506 വോട്ടിന് ഷാഫി പറമ്പിൽ വിജയിച്ചത് തന്നെയാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. അത് ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടതുമാണ്. അപ്പോ അങ്ങനെയുള്ള ചില നടപടിക്രമങ്ങൾ ഇനി ശൈലജയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ അന്തംകമ്മി അടിമകൾക്കും ഇതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാം.
കാരണം നിങ്ങളുടെ ഈ പറയുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയെടുക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴി ആലോചിച്ചിട്ട് കാണുന്നില്ല. ഈ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ട് പോലും അല്ല ഷാഫി പറമ്പിലല്ല വടകരയിലെ MP എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, KK ശൈലജയാണ് MP എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ധാരണകളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആയ കാര്യമാണ്. എന്താണെങ്കിലും ടീച്ചറമ്മ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിനില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ അത് തറപ്പിച്ച് പറയുകയാണ്. അത് KK ശൈലജ, അത്ര മതി. അതിനപ്പുറം ഡെക്കറേഷൻ ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? മണ്ണാങ്കട്ടയാന്ന് ഒരു ടീച്ചറമ്മയല്ലെന്നേ KK ശൈലജ, അത്രതുള്ളൂ. അവിടെ തീരണം. അതിനപ്പുറത്തേക്ക് ഡെക്കറേഷനുകളോ അലങ്കാരങ്ങളോ ഒന്നും ഇതിന് ആവശ്യമില്ല. അതിനപ്പുറം വേണമെങ്കിൽ ഒരു അലങ്കാരം നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. വടകരയിൽ 1,14,506 വോട്ടിന് ഷാഫി പറമ്പിലിനോട് പരാജയപ്പെട്ട തോറ്റു തുന്നം പറയ 8 നിലയിൽ പൊട്ടിയ KK ശൈലജ എന്നുള്ള അലങ്കാരം കൊണ്ടു നടന്നോളൂ. അത് നിങ്ങൾക്കൊരു അലങ്കാരം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.